നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അഖാഹു ثم لم يطلعه عليه ثم لم يطلعه عليه انه يحبه فقد خانه. ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുകയും സ്വന്തം മക്കളാകട്ടെ ഇഷ്ടമുണ്ടാവുകയും ആ ഇഷ്ടം അവരുടെ മേൽ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അത് വഞ്ചനയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാടില്ല, ചെയ്യാൻ പാടില്ല, അത് വഞ്ചനയാണ്. രണ്ടാമത്തേതാണ് ആ ഇഷ്ടത്തിൻ്റെതാകുന്ന തലം തീർക്കുന്നത് സ്പർശനം. ആ സ്പർശനം ഒന്നാമത് ചുംബനത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ആദ്യം വേണ്ടത് മുസാഫഹത്ത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എത്ര കാലമായി മുസാഫഹത്ത് ചെയ്ത്? കല്യാണത്തിന് അന്നങ്ങാണ്ട് കൈ പിടിച്ച പിന്നെ അല്ല കൈക്ക് പിടിച്ചിട്ട് പോലും അവളുടെ കൈക്ക് പിടിക്കുന്നതിനേക്കാൾ നല്ലത് അയറ നല്ല അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കണം, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സ്വന്തം ഏത് പെണ്ണിന്റെ കൈയാണെന്ന് തിരിച്ചറിയോ? നമ്മുടെ പെണ്ണുങ്ങളുടെ കൈ ഇതാണെന്ന് തിരിച്ചറിയോ? കൊണ്ടെത്തന്നാൽ കൈക്ക് പിടിച്ചിട്ട് കുറെ നാളായി. അവര് മീൻ വെട്ടുകയും അലക്കല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ചു വെക്കും. അവസാനം കൈയൊക്കെ എല്ലാം പോയി, പഴയ സോഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ പറയും. ഇതാ ഒരു മടി ആഫിയത്ത് കൊടുക്കണ്ടേ? ഇത് ഉറക്കം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി താത്തിടും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം പറയണം, ഇല്ലെങ്കിൽ തലയ്ക്ക് അടിയും കിട്ടും. ഉറക്കം പറഞ്ഞു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തു വന്നത് നമ്മുടെ വീട്ടിലേക്ക്. വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ജീവിക്കാൻ. അവളുടെ വീട്ടിൽ 14, 15, 20 വർഷമൊക്കെയാണ് ജീവിച്ചത്. അതിലേക്കാൾ ഏറെ 30 കൊല്ലം 40 കൊല്ലമായിട്ട് നീയുമായി ജീവിക്കാൻ എത്രയോ നാളായി അവളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ അകന്ന് നിന്നോടൊപ്പം മനോഹരമായ ജീവിതം നയിക്കുക. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുക, അത് ഭയങ്കര എഫക്റ്റാണ്. മക്കളുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് കൂടെ വരുമ്പോഴത്തേക്കും വാപ്പ ഇങ്ങനെ കൈക്ക് പിടിക്കുക. നേരെ വന്നിട്ട് അവരെ ചേർത്ത് അണച്ചു പിടിക്കുക. ആദ്യം തന്നെ അവരുടെ കൈക്കൊന്ന് പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. രണ്ട് കൈയിലും. ഒരു കൈ ഇങ്ങനെ കൊടുക്കല് തക്കബ്ബുറിന്റെ ലക്ഷണമാണെന്നാണ്. രണ്ട് കൈയും ചേർക്കുക. ഒരു കൈ അവിടെ നിന്ന് വെക്കുന്നു, അവൾ ഇങ്ങോട്ട് വെക്കുന്നു, അതിന്റെ പുറത്ത് നമ്മുടെ കൈയും വരുന്നു. അതാണ് ഏറ്റവും തവാദു, വിനയത്തിന്റെ ശൈലിയാണ്. അങ്ങനെ വെക്കണം. ഇങ്ങനെ ഒരു മുസാഫഹത്ത് നമ്മൾ ചെയ്യലുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുസാഫഹത്ത് ചെയ്യണേ ചെയ്യണേ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അക്കാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ശൈലിയിൽപ്പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് ചോദിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നഅം യാ ഖതാദ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു, അവിടുത്തെ അനുയായി വൃന്ദത്തിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. മുസാഫഹത്ത് ഭയങ്കര ഗുണമുള്ള കേസാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. മുസ്ലിമീങ്ങളായ രണ്ട് ആളുകൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതാകുന്ന നേരമെത്തുമ്പോ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്പരം കണ്ടുമുട്ടുന്നതായ മുസ്ലിമീങ്ങൾ മുസാഫഹത്ത് ചെയ്തിട്ടാണ് പിരിയുന്നത് എങ്കിൽ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. രണ്ട് മുസ്ലിം സഹോദരിമാർ ഇങ്ങനെ കണ്ടിട്ട് പിരിയുന്നതിന് മുമ്പ് അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് കൂടി ചെല്ലിയാൽ ബെറ്ററായി. എപ്പോഴും എന്ത് സുന്നത്തില്ല? മുആനക്ക സുന്നത്തില്ല. മുആനക്ക എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിപ്പിടിക്കുക. ചില ആളുകളുണ്ട് കാണുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് വാരിയെല്ലാം കോർത്ത് ഒരു അമക്കമക്കിട്ട് പോകും. പിന്നെ നമുക്ക് 5 ദിവസത്തെ വാത് തീരുമാനമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുആനക്ക ചെയ്യണ്ട്. അല്ലാഹ് ചിലര് കൈക്ക് പിടിച്ചിട്ട് എല്ലുണ്ടോ എന്ന് പരിശോധിക്കും. ഖദർ അലൈഹി ഇസ്ലാം ആണോ നോക്കാൻ വേണ്ടി നമ്മുടെ കൈക്ക് പിടിച്ച് അമക്കി തീരുമാനമാക്കി വെച്ചു.
ഖദർ നബി അല്ലേ പഠിച്ചാൻ നമുക്കല്ലേ. അള്ളാഹുമ്മ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിലൂടെയെങ്കിലും അങ്ങനെയുള്ളവർ കേട്ടിട്ട് നന്നാവട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. ചില പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കിട്ടിയ ചാൻസ് അല്ലേ. വാർക്കപ്പണിക്കൊക്കെ പോകുന്ന നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച് വടച്ച് 3 ദിവസത്തേക്ക് പിന്നെ കൈ കൊടുക്കലില്ല. കൈ പോക്കറ്റിട്ടുണ്ടോ വരും, ഇല്ലെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മുസാഫാത്ത് ചെയ്യൽ എപ്പോഴും വേണം. സുന്നത്തുള്ള പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ വേണ്ട. എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത്? മുആനക, കെട്ടിപ്പിടിക്കുക. അതെപ്പോഴും ദീർഘയാത്ര കഴിഞ്ഞു വരുന്നവരെ സുന്നത്ത്. ഇപ്പൊ ഹജ്ജ്, ഉംറ, അല്ലെങ്കിൽ കുറെ നാളായി കണ്ടിട്ട് ഒരുപാട് വിടവുകളുണ്ട്, ഒരുപാട് യാത്രയെ കഴിഞ്ഞ് വന്ന ആളാ. അങ്ങനെ കാണുമ്പോഴാണ് എന്ത് മുആനക സുന്നത്തുള്ളത്, കെട്ടിപ്പിടിക്കുക. അതിങ്ങനെ വലത്തെ തോളിൽ വീണ്ടും ഇപ്പുറത്ത് വീണ്ടും ഇപ്പുറത്ത്, അങ്ങനെ 3 പ്രാവശ്യം. അത് കവളുകൾ തമ്മിൽ ചേർക്കുക. അറബികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതിന് ചെയ്യാം. ചുംബിക്കൽ വേണോ? ചുംബിക്കൽ അതുപോലെ സാലിഹീങ്ങളായ ആളുകളാണെങ്കിലും ഒക്കെ, അല്ലാതെ എല്ലാവരും പിടിച്ച് ചുംബിക്കാന്നല്ല. ആണുങ്ങളോടാണ് ചെയ്യാനത് കേട്ടോ, ഈ മുസാഫാത്തൊക്കെ. അല്ലാതെ ഇവിടുന്ന് എഴുന്നേറ്റ് മുമ്പ് അത് കഴിഞ്ഞ് അപ്പുറത്ത് താത്ത പറഞ്ഞാലും മുസാഫാത്ത് പരസ്പരം സ്നേഹം വർദ്ധിക്കും. അതല്ല ഈ പറഞ്ഞ. ആണുങ്ങളോട്, സ്ത്രീകളോട്. നമ്മൾ വീട്ടിലുള്ളവരുടെ ആദ്യം ചെയ്യുക. അതിനപ്പം ഇത് പറഞ്ഞത്. ഭർത്താവ് ഭാര്യയോട് ചെയ്യും. എത്ര കാലമായിട്ട് കൈക്ക് പിടിച്ച്, മക്കളുടെ കൈക്ക് പിടിച്ചിട്ട് എത്ര കാലമായി? പാപ്പ ഒന്ന് കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കി, ഒരു 5 മിനിറ്റ്. മകളെ വിളിച്ചിട്ട് മോളെ ആഹത്തന്നെ പാപ്പ സംസാരിച്ചു നോക്കിയേ, അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം മനസ്സിൽ. എന്തൊരു ആനന്ദമായിരിക്കും. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മകളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞ, വാപ്പ എത്ര കാലമായി, ഉമ്മ എത്ര നേരമായി അവളോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അതിന് നേരെയില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ മൊബൈലല്ലേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് മുസാഫത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതിന് മുമ്പായി തന്നെ അല്ലാഹു പാപങ്ങൾ പൊറുക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്ത് ചെയ്യൽ സ്നേഹം അധികരിക്കാൻ കാരണമാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്. ആരാ ഹസൻ ബസ്രി ഇമാം? അല്ലാഹ്, ഞാൻ നിർത്താൻ പറഞ്ഞ ഒരുപാട് പോണ്ടി വരും. ഹസൻ ബസ്രി ഇമാം ആരാ? മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട, സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതാകുന്ന അടിമയായിരുന്നു യസാർ റളിയല്ലാഹു അൻഹു. യസാർ എന്നാണ് പേര്. യസാർ എന്ന് പറയുന്നതാകുന്ന വ്യക്തിയുടെ മകനാണ് ആര്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ സ്വഹാബിയുടെ അടിമയായിരുന്നു. ഏതാ സ്വഹാബി? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പേര് ഖൈറ എന്നാണ്. എന്താണ് ഉമ്മയുടെ പേര്? ഖൈറ. അവരും അടിമ സ്ത്രീയായിരുന്നു. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, മഹിളയുടെ അടിമ സ്ത്രീയായിരുന്നു. രണ്ടുപേരും അടിമയാ. അടിമയ്ക്ക് പിറന്ന കുട്ടിയാ. പക്ഷെ ഏത് കാലത്തിലാണ് ജനിച്ചത്? മാഷാ അല്ലാഹ്, 1-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. വേറെയുണ്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നിങ്ങൾ ഇറാഖിൽ പോയാൽ ബസറ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. മുത്തല്ലിമീങ്ങൾക്കൊക്കെ പരിചയമാണ് ആ നാമം. കൂഫ, ബസറ. നഹ്വിന്റെ എല്ലാ കിതാബുകളിലും അവരെ പരാമർശിക്കും. അൽഹംദുലില്ലാഹ് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് എല്ലാവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇറാഖിലെ ബസറ എന്ന് പറയുന്ന വലിയ പട്ടണത്തിന്റെ നടുക്കളത്തിൽ വിശാലമായ ഏക്കർ കണക്കിന് വലിയതാകുന്ന മഖബറകൾക്കുള്ളിൽ സ്ഥാനം പിടിച്ച് ഏറ്റവും ഉന്നതമാകുന്ന മഖബറയായി അവിടെ പ്രത്യേകമായി അടയാളം ചെയ്യപ്പെട്ടുള്ള മഖബറയാണ് ആരുടേത്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതൃത്വമാണ്. വലിയ ഉന്നതനായ വ്യക്തിത്വം. ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എന്താ കിട്ടാൻ കാരണം? ചരിത്രം പറയുന്നു, ഉമ്മയാകുന്ന ഖൈറ എന്ന് പറയുന്ന ഉമ്മ അടിമസ്ത്രീയാണല്ലോ. ആരുടെ അടിമസ്ത്രീയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമസ്ത്രീയാണ്. വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന പെണ്ണാണ്. അവര് ചിലപ്പോ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചില ജോലികളൊക്കെ ഏൽപ്പിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഈ ഖൈറ എന്ന് പറയുന്ന ഉമ്മ പോകുമ്പോ ഈ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് ഇങ്ങനെ കരയും. കരയുന്ന സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മുലപ്പാല് കൊടുക്കും. ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് നുകരാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ലഭിച്ചു. അതിന്റെ ഗുണം മാഷാ അല്ലാഹ്, വിത്ത് ഗുണം
10 ഗുണം. ബഹുമാനപ്പെട്ടവർ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹോന്നത വ്യക്തിത്വമായി, താബികളിൽ പ്രമുഖനായി, ലോകം കണ്ട ഉന്നതമാകുന്ന ഇമാമിയങ്ങളുടെ നേതൃത്വമായി ബഹുമാനപ്പെട്ടവർ മാറി. ലക്ഷക്കണക്കിന് ആളുകളാണ് അവരിൽ നിന്ന് വിജ്ഞാനം നുകർന്ന് പിൽക്കാലത്ത് വന്നിട്ടുള്ളത്. ഇറാഖ് എന്ന് പറയുന്ന നാട് തന്നെ ഔലിയാക്കളുടെ കേന്ദ്രമാണ്. അവർക്ക് ശേഷം വന്നവരല്ലേ സഹോദരങ്ങളെ മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ. അവർക്ക് ശേഷം വന്നതല്ലേ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. അവർക്ക് ശേഷം വന്നതല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന പവിത്രമാക്കപ്പെട്ട മണ്ണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ കടക്കുന്ന മണ്ണാണേത്? ഇറാഖിന്റെ മണ്ണ്. ആ ഇറാഖിന്റെ മണ്ണിലാണ്, ബസറയിലാണ് ആരന്തിവിശ്രമം ചെയ്ത ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. എന്റെ പഠനം കൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം വർദ്ധിക്കും. അദ്ദേഹത്തിന്റെ വാക്യം. ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ, ആളാരാന്ന് പറഞ്ഞു തന്നല്ലോ, സാദാ സീത വ്യക്തിയല്ല, വലിയ ആലിമാണ്, വ്യക്തമായി പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, മുസാഫഹത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ എന്തുണ്ടാവും? സ്നേഹം വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പഠിച്ചു വെച്ചോ. അപ്പൊ നമ്മുടെ മക്കളോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അത് കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് മുസാഫഹത്ത്. പിന്നെയാണ് ചുംബനം. മുസാഫഹത്ത് കഴിഞ്ഞാലാണല്ലോ അതോടൊപ്പം തന്നെ മുആനഖ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കടന്നു വരുകയാ. മദീനയിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലദാ യജുറു സിയാബഹു. നബി തങ്ങളതാ വീട്ടിൽ നിന്ന് വസ്ത്രം വേറെ തന്നെ വലിച്ചിഴച്ച് നബി തങ്ങൾ വേഗം ചെന്നുകൊണ്ട് വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നിട്ട് ഫഖബ്ബലഹു ഫഅനഖഹു. വളർത്ത മകനാകുന്ന സെയ്ദ് ബിൻ ഹാരിസിനെ അല്ലാഹുവിന്റെ റസൂൽ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വളർത്ത മകനാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് വാതിൽ മുട്ടിയപ്പോ നബി തങ്ങൾ സ്നേഹം കൊണ്ട് ഓടിച്ചെന്നിട്ട് ഉണ്ടിങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ചോണ്ട വേഗം ചെന്ന് വാതിൽ തുറക്കുക. കുഞ്ഞു വന്ന് കാത്തിരിക്കല്ല, പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുക സയ്യിദുനാ റസൂലുള്ളാഹി. അവ കെട്ടിപ്പിടിക്കുകയും ചെയ്യണം. എപ്പോഴല്ല, ഇടയ്ക്കൊക്കെ അത് വേണം. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യലാണ്, കൂട്ടിയിണക്കലാണ്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര റാഹത്ത. ഒന്ന് കെട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് പിടിക്കുമ്പോ തന്നെ റാഹത്ത. നല്ല കരയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് ഇങ്ങനെ ഉമ്മിങ്ങനെ പിടിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ ഏങ്ങി അതങ്ങനെ ശാന്തടയെന്ന് കാണുന്നില്ലേ? അതേപോലെ ആശ്വാസം അവരുടെ ഹൃദയത്തിൽ. നമ്മളിതൊക്കെ ചെയ്യണം സഹോദരങ്ങളെ. ഇതൊക്കെ സ്നേഹത്തിൻ്റെതാകുന്ന ഭാവങ്ങളാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബല ഹസൻ ബിൻ അലി, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. ഇത് കാണുകയാണ് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു. ഗ്രാമീണനായ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി അശറതൻ മിനൽ വലദ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ. മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല ഹബീബേ. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം. കുട്ടികളോടെന്നല്ല, ചെറിയവരോട് വരെ കരുണ ചെയ്യാത്തതാകുന്ന ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പേരക്കുട്ടിയാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലെടുത്തു വെച്ചുകൊണ്ട് നബി തങ്ങൾ കവിൾത്തടത്തിൽ ചുംബിക്കുന്നത് കണ്ടപ്പോ, ബഹുമാനപ്പെട്ടവരെ ചുംബിക്കുന്നത് കണ്ടപ്പോ സ്വഹാബിയായ ഒരു വ്യക്തി നബി തങ്ങളോട് പരിഭവം പറയുകയാണ്, 10 മക്കളുണ്ട് എനിക്ക്, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ, നിന്റെ ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാവില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കരുണ ചൊരിഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ മേൽ അള്ളാഹു കരുണ ചൊരിയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ മക്കളുടെ കരുണ ചൊരിയണം. അതിൽപ്പെട്ടതാണ് ചുംബനം കൊടുക്കുക. ഇത് എപ്പോഴും ഇങ്ങനെ ലാളനയല്ല, ഡോണ്ട് ക്രിറ്റിക്സ് ആൻഡ് കോംപ്ലിമെന്റ് എന്നാണ്. ഓവറായി ശിക്ഷണ നടപടിയും പാടില്ല, ഓവറായി അവരെ ലാളിക്കാനും പാടില്ല. മിതത്വമാണ്, രണ്ടും മിതത്വം. സാധു പറഞ്ഞായിരുന്നു ഉമ്മ കൊടുക്കണം. ഇവിടെ കാണുമ്പോ ഉമ്മ
വാപ്പാടെ 2 കൊന്തമ്പല്ല് മക്കളുടെ കവിളിനകത്ത് കയറിപ്പോയി. അള്ളാഹു ആക്കട്ടെ. ഉമ്മ വെച്ച് 2 കുഴി. 24 മണിക്കൂർ ഉമ്മ കൊടുക്കല്. ആദ്യം പല്ലൊക്കെ തേക്കണം, ഇല്ലെങ്കിൽ 3ാമത്തെ വട്ടം ഉമ്മ കൊടുക്കാൻ മക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. വാപ്പാട് ചെറിയ വെറുപ്പ്. കാരണം ഇതിനകത്തുനിന്ന് വരുന്ന സാധനം വെറൈറ്റി ഐറ്റമാണ്. അള്ളാഹു നമ്മളൊക്കെ അതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. വിസ്വാക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഒക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ മക്കള് ഇങ്ങനെ മസിൽ പിടിക്കുന്നതാണ്. ഭാര്യയെല്ലാം അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളൊക്കെ ഉമ്മ കൊടുക്കാൻ വിളിക്കുമ്പോഴേ പേടിയായിരിക്കും. ഇവിടുന്ന് ശ്വാസം പിടിച്ചോണ്ടായിരിക്കും പിന്നെ അവർ വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറയേണ്ട കാര്യമില്ലല്ലോ, അത് ശ്രദ്ധിച്ചോളൂ. അതൊക്കെ നിസ്സാര വിഷയമൊന്നുമല്ല, വലിയ വിഷയമാണ്. നമ്മുടെ നാക്ക് എടുത്തിട്ട് നമ്മുടെ തൊലിപ്പുറത്ത് നാക്കുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നക്കിയതിന് ശേഷം 1 മിനിറ്റ് കഴിയണം. എന്നിട്ടൊന്ന് മണത്തി നോക്കണമെന്നാണ്. ദുർഗന്ധം അപ്പോഴാണ് കറക്റ്റ് അറിയുക എന്നാണ്. എന്താണ് നാക്കിന്റെ തൊലിപ്പുറത്ത് നമ്മളിങ്ങനെ കൈയുടെ തൊലിപ്പുറത്തെ നാക്കുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നക്കിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കൊന്ന് മണത്തി നോക്കണം. കറക്റ്റ്. അല്ലാതെ കോൾഗേറ്റിന്റെ പരസ്യം കാണിക്കുന്ന പോലെ കാണിച്ചാൽ ഇതൊന്നും മണം അറിയത്തൊന്നുമില്ല. ഇങ്ങനെ ചെയ്തു നോക്കി. ഇപ്പൊ ഇരുന്ന് നക്കാതെ അത് പറഞ്ഞപ്പോ ഇരുന്നു. ഇത്രയും നേരം പറഞ്ഞൊരു സുബ്ഹാനല്ലാഹും ഇല്ല, അസ്തഗ്ഫിറുല്ലാഹും ഇല്ല. എന്നാ കയ്യോളം ചെയ്തു നോക്കിയേക്കാം. ഇപ്പൊ മണത്തി നോക്കല്ലേ കേട്ടാ. മണത്തി നോക്കിയാ ഇവിടെ നിന്ന് കെട്ടഴിച്ചതിന് ശേഷം പിന്നെ എഴുന്നേക്കുള്ളൂ. 3 ദിവസം കഴിയും. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഒന്ന് ചെയ്തു നോക്കിയോ. വീട്ടിൽ ചെന്നിട്ടൊന്ന് ചെയ്തു നോക്കുക. ആരും അറിയാതെ ഒരു രഹസ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയോ. അല്ല, ഇത്രയും വായനാറ്റം ഉണ്ടായിരുന്നോ പടച്ച റബ്ബേ എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുക. അതിനുശേഷം ഒന്ന് മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെയ്തു നോക്കണം. അപ്പൊ ക്ലിയർ ആയിരിക്കും. ഞാൻ വെറുതെ പറയല്ല. അപ്പോഴാണ് അറിയാം നമ്മുടെ വാ എത്രത്തോളം പകർച്ചയായിട്ടുണ്ടെന്ന്, എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പോഴറിയാം. ഇതും പിടിച്ചോണ്ട് നമ്മൾ പോകുന്നു ഉമ്മ കൊടുക്കാൻ. തീരും അതോടുകൂടി ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്വാക്ക് നിസ്സാര വിഷയമല്ല. അത് ചെയ്യണേന്ന് പറഞ്ഞത് തമാശക്ക് പറഞ്ഞല്ല, ഗൗരവത്തിൽ പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിൽ പോലും വിള്ളലുണ്ടാകാൻ കാരണം ഇന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ. എത്രയോ കേസുകൾ മഹല്ലത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. 40% ഇതൊക്കെയാണ് പ്രശ്നം. പല്ല് കേൾക്കൂല, കുളിക്കൂല, കുളിക്കാത്തറയായിട്ട് നടക്കാണ്. പിന്നെ എങ്ങനെ റാഹത്ത് കിട്ടും? ജീവിതം എങ്ങനെ റാഹത്ത്? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും നല്ല വൃത്തി, ശുചിത്വം. വിശ്വാസത്തിന്റെ ഭാഗമാണെന്ത്? പരിശുദ്ധമായ നല്ല വസ്ത്രവിധാനം, നല്ല ശുദ്ധി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അനിവാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, വാപ്പായുമായി മക്കൾക്ക് നല്ല റോൾ മോഡൽ ആകണം. നമ്മൾ നല്ല വൃത്തിയിലും വെടിപ്പിലും കുളിച്ച് നഖം വെട്ടി വൃത്തിയായി നടക്കുന്നത് കാണുമ്പോൾ അവർ റെഡിയാവും. നഖമൊക്കെ വെട്ടണം. 2 ആഴ്ച കൂടുമ്പോ നോക്കണം. ഇത് മകന്റെ മുഖത്ത് ഇവിടെ നെറ്റിയിൽ ഒരു വലിയ പാടാണ്. കാരണം എന്താ? അത് മൂത്തവൻ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു കുറി ഇട്ട് കൊടുത്തേ. കവിളിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിൽ പാടാ. മക്കളെപ്പോഴും അങ്ങോട്ട് യുദ്ധമാണ്, ധർമ്മസമരം. നഖം വെട്ടി കൊടുക്കണം. എങ്ങനെയാ നഖം വെട്ടേണ്ടത്? ഏത് വരലിൽ നിന്നാ നഖം വെട്ടൽ തുടങ്ങേണ്ടത്? നഖം വെട്ടേണ്ടത് തുടങ്ങേണ്ടത് വലത്തെ കൈയിലെ ചൂണ്ടുവരലിൽ നിന്നാണ്. ഇതാ പഠിച്ചോ, ഒരു സുന്നത്താ പഠിച്ചത്, നബിതങ്ങൾ പഠിപ്പിച്ച. നമ്മള് സദസ്സിന്ന് വാത് കഴിഞ്ഞ് പോകുമ്പോ അറിവ് പഠിച്ചിട്ട് പോകണം. അതിലാണ് കാര്യം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൽമു കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലത്തെ കൈയുടെ ചൂണ്ടുവരലിൽ തുടങ്ങി നേരെ ഇങ്ങനെ വെട്ടി വലത്തെ കൈയുടെ ചെറുവിരലിലേക്ക് വെട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെയാണ് നഖം വെട്ടൽ സുന്നത്ത്. ഇങ്ങനെയാണ് നബിതങ്ങൾ വെട്ടിയിരുന്നത്. പിന്നെ വലത്തെ കൈയുടെ തള്ളവരൽ, ആദ്യം 4 വിരൽ ഇങ്ങനെ, മനസ്സിലായി? അത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അങ്ങനെ ചെയ്തില്ല നബിതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യണം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോൾ അവർ വളർന്നു വലുതായാലും അതേ ശൈലി അവലംബിക്കും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ, നഖം വെട്ടുന്നതിന്റെ സുന്നത്തായ രൂപം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ചെറുവിരലിലേക്ക്, എന്നിട്ട് പിന്നെ വലത്തെ കൈയുടെ തള്ളവിരൽ, പിന്നെ ഇടത് കൈയുടെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി വെട്ടി നേരെ ഇടത്തെ കൈയുടെ തള്ളവിരലിലേക്ക്, നേരെ ഇങ്ങനെ തന്നെ 5 വിരൽ. കയ്യിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ? പിന്നെ കാലില, വലത്തെ കാലിലെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി നേരെ ഇടത്തെ കാലിലെ ചെറുവിരലിലേക്ക് നേരെ ക്ലോക്ക് വൈസ് ഇങ്ങനെ. അഥവാ വലത്തെ കാലിൽ ചെറുവിരലിൽ തുടങ്ങി അങ്ങോട്ട് വലത്തെ കാലിന്റെ തള്ളവിരൽ, പിന്നെ ഇടത്തെ കാലിന്റെ തള്ളവിരലിൽ തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ. കൈ മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതാണ് നബിതങ്ങളുടെ സുന്നത്ത്. ഇങ്ങനെയാണ് നമ്മൾ വെട്ടേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല ഇതുവരെ വെട്ടിയത്. വയസ്സ് 70 കഴിഞ്ഞു, ഏകദേശം കബർ വെട്ടാൻ സമയമായി. ഇപ്പോഴാണ് നഖം വെട്ടുന്നത് പഠിച്ചത്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒരു വട്ടമെങ്കിലും ഇനി ആ സുന്നത്ത് എടുത്തിട്ട് മരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും കാലമായിട്ട് നമ്മൾ നഖം വെട്ടാൻ പോലും പഠിച്ചില്ല. വയസ്സ് ഇത്രയായി.
ഇതാണ് സുന്നത്തായ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി ഇതായിരുന്നു. നമ്മളിത് മക്കൾക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മക്കൾ വളർന്നു വലുതാകുമ്പോൾ ഇതേ ശൈലി അവലംബിക്കും. ഉമ്മ ഇങ്ങനെയാണ്, വല്യുമ്മ ഇങ്ങനെയാണ് വെട്ടിത്തന്നത്, വല്യുപ്പ എങ്ങനെയാണ് വെട്ടിത്തന്നത്, അതേ ശൈലി അവലംബിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇത് ചെയ്തു കൊടുക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലിമു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് 3 കാര്യങ്ങളാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഹുബ്ബ നബിയിക്കും, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് ഹൃദയത്തിൽ നൽകൽ അനിവാര്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഹുബ്ബ അഹ്ലി ബൈതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനോട്, നബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തൽ നിർബന്ധമാണ്. തീർന്നില്ല തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ഈ 3 കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വകതിരി വെത്തിയാൽ, കുട്ടിക്ക് വകതിരി വെത്തുന്ന പ്രായമെന്ന് പറഞ്ഞത് അവനോട് ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി ചെയ്തുകൊണ്ട് വരും. ഉദാഹരണത്തിന് ഇമാമിങ്ങൾ പറയുന്നത്, ഒരു സാധനം വാങ്ങാൻ കടയിൽ വിടുക. ഒരു കുട്ടിക്ക് വകതിരി വെത്തുന്ന പ്രായം എത്ര? അത് പ്രായം പറക്കാകാൻ പറ്റൂല. ചിലർക്ക് നേരത്തെ പറ്റും, ചിലർക്ക് പ്രായം കുറച്ച് വൈകും. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവനൊരു 10 രൂപ കൊടുത്തിട്ട് കടയിൽ വിടാണ് ഒരു സാധനം വാങ്ങാൻ. അവൻ കടയിൽ പോയി വൃത്തിയായ ആ സാധനം വാങ്ങിച്ച് ബാക്കിയുള്ള പൈസയും വാങ്ങിച്ച് വൃത്തിയായിട്ട് വന്നാൽ ഏകദേശം വകതിരി വെത്തി എന്ന് മനസ്സിലാക്കാം എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അതാണ് വകതിരി വെത്തുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വകതിരി വെത്തുന്നതാകുന്ന ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തി വെക്കുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായത് ഒന്നാമതായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. നമുക്കൊരു നബിയുണ്ട്, മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, മദീനയിലാണ് അവിടുത്തെ ഖബറുള്ളത് തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആരാ? വാപ്പായും ഉമ്മായും പഠിപ്പിച്ചു കൊടുക്കേണ്ട അറിവാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഏതെല്ലാം സിനിമ പാട്ടുകളാണ് പഠിപ്പിച്ചു കൊടുത്തത്? മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊടുത്താൽ മക്കൾ ഭൗതികമാകുന്ന ലോകത്തിന്റെ ഏതെല്ലാം തലത്തിലേക്ക് വാപ്പയും ഉമ്മയും കൊണ്ടുപോകേണ്ടതുണ്ടോ ആ തലത്തിലേക്ക് മുഴുവനും കൊണ്ടെത്തുന്ന രീതിക്ക് യൂട്യൂബിൻ്റെതാകുന്ന എല്ലാ ചാനലുകളും മക്കൾക്ക് സബ്സ്ക്രൈബ് പഠിപ്പിക്കുകയാണ്. മക്കൾക്കറിയാത്തതാകുന്ന ചാനലുകളില്ല, പോകാത്തതാകുന്ന തരംഗങ്ങളില്ല. എല്ലാ വാതിലുകളും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ തന്നെ തുറന്നിട്ട് കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മാതാപിതാക്കൾ ആനന്ദിക്കുകയാണ്. എന്റെ മകൻ ഈ IT യുഗത്തിൽ ഉന്നതമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന അഭിമാനത്തോടുകൂടി ജനങ്ങളോട് വിളിച്ചു പറയാൻ നിൽക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മക്കൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന അവിടുത്തെ കുടുംബത്തെ കുറിച്ച് എന്താണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ പരിശുദ്ധ പ്രവാചകരുടെ കൈവശം അല്ലാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, നമ്മുടെ കാറ്റലോഗായ വഴികാട്ടിയാകുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ മക്കൾ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുമേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മഹ്ശറിലേക്ക് എത്തുമ്പോ കത്തിച്ചരിക്കുന്ന നരകത്തെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. ജനങ്ങളുടെ മുന്നിലേക്ക് പടച്ച റബ്ബ് കൊണ്ടുവരുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം يومئذ يتذكر الإنسان وأنى له الذكرى. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകം നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മഹ്ശറയിലേക്ക് ആ നരകത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ജനങ്ങൾ മുഴുവനും അന്നതാ വാവിട്ട് നിലവിളിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ സമയങ്ങളാണ് പാഴാക്കി കളഞ്ഞിട്ടുള്ളത്, എത്രയോ സമയങ്ങളാണ് ഇബാദത്തുകളെ ശ്രദ്ധയിലെത്താതെ, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, മദ്രസയിലേക്ക് കൃത്യമായി പറഞ്ഞു വിടാതെ, ദീനീ കലാലയത്തിലേക്ക് മക്കളെ
പറഞ്ഞു വിടാതെ ഭൗതിക ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ആഖിറം കരഗതമാക്കാൻ ശ്രദ്ധിക്കാത്തവരല്ലേ, ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് ഹൃദയത്തിൽ അടയാളപ്പെടുത്താതെ ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്ത രക്ഷിതാക്കൾ നാളെ മഹ്ശറിൽ വന്നുകൊണ്ട് നിലനിൽക്കുമ്പോ ആ മക്കൾ വന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ വഅളൂന السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങളെ പിഴപ്പിച്ചത് അല്ലാ, ഞങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാത്തവരാണ് അല്ലാ, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ, ഈ നരകത്തിന്റെ ഏറ്റവും കാഠിന്യമാകുന്ന ശിക്ഷ അവർക്ക് നീ കൊടുക്കണേ റബ്ബേ. റബ്ബനാ ആതിഹിം ളൈഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്ന ഏത് ശിക്ഷയാണോ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയല്ലേ പറഞ്ഞത്. നരകത്തിലേക്ക് കടന്നാൽ ഉടനെ ഇട്ടുകൊടുക്കുന്നതായ തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ്, ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് പാദത്തിലൂടെ അടിച്ചു വീശുന്നതാകുന്ന ചൂട് കാരണമായിട്ട് തലച്ചോറ് വെന്തിരികെ പുറത്തു വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ ഏത് ശിക്ഷയാണോ ഞങ്ങൾക്ക് വിധിക്കുന്നത്, കള്ളു കുടിച്ചുകൊണ്ട് വിചരിച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് സീരിയൽ ദർശിച്ച് മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി നടക്കുന്ന മക്കള്, മാതാപിതാക്കൾ ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് ശരീരം കൊഴുപ്പിച്ച് മക്കളെ നടത്തിയവരാണ്. പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടില്ല, മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടില്ല, ദർസിലേക്ക് പറഞ്ഞു വിട്ടില്ല, അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടില്ല, ദീനീ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടില്ല. കേവലം ഭൗതിക ലോക താല്പര്യത്തിന് വേണ്ടി മക്കളെ നടത്തിയതായ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എതിരിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മക്കള് പറയുകയാണ്, റബ്ബനാ ആതിഹിം ളൈഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി നീ ഇവർക്ക് കൊടുക്കണേ അല്ലാ, ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണേ അല്ലാ. വൽഅൻഹും ലഅനൻ കബീറാ, ഇവരെ നീ ശപിക്കണേ അല്ലാ, വലിയ ശാപവാക്ക് എന്റെ മാതാപിതാക്കൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് മക്കളെ എതിരായി പറയുന്ന കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റബ്ബനാ അരിന الذين أضلنا من الجن والإنس نجعلهما تحت أقدامنا نجعلهما تحت أقدامنا ليكونا من الأسفلين. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് സിനിമ പഠിപ്പിച്ചു തന്ന, സിനിമ കാസറ്റ് വാങ്ങിച്ചു തന്ന, സിനിമ ഡൗൺലോഡ് ചെയ്ത് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചാണ് പടം കാണാൻ പോയിരുന്നത്. എത്ര പ്രാവശ്യം തിയേറ്ററിലേക്ക് വാപ്പ കൊണ്ടുപോയി, എത്ര പ്രാവശ്യം മക്കൾക്ക് അനാവശ്യമാകുന്ന തലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, മക്കൾക്ക് യൂട്യൂബിലൂടെ പലതും കാണിച്ചു കൊടുത്തത് മാതാവല്ലേ പിതാവല്ലേ. മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതിനുവേണ്ടി ഉമ്മ ഇതാ യൂട്യൂബ് തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ്. മക്കൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കട്ടെ, മക്കൾ നല്ലതുപോലെ പത്തിരിയും ഇറച്ചിയും കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ തുറന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, അതിലൂടെയല്ലേ മക്കള് സിനിമ കാണുന്ന വാതാരങ്ങൾ തുറന്നത്, ഹറാമായ തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കാൻ പഠിച്ചത്. എത്ര നിസ്കാരങ്ങളാ കളായി പോയത്, എത്ര നോമ്പുകളാണ് ഫസാദായത്, എത്രയോ മജ്ലിസുന്നൂറിന്റെ മജ്ലിസുകളാണ്, എത്രയോ അദ്കാറിന്റെ സദസ്സുകളാണ് വാപ്പാ ഉമ്മ നിങ്ങൾ കൊടുത്തതാകുന്ന മൊബൈലിലൂടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഈ മക്കൾ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നേർക്ക് നേരെ കാണുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുമത്രേ, ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബനാ റബ്ബനാ
ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ഈ നരകത്തിന്റെ അടിത്തട്ടിൽ അകപ്പെട്ടു പോകേണ്ടവരല്ല, ഞങ്ങൾക്ക് അവരെ കൊണ്ടുവന്നൊന്ന് കാണണം. എന്തിനെന്നറിയുമോ? നജഅൽഹുമാ തഹത അഖദാമിനാ, ഞങ്ങളുടെ കാൽച്ചുവട്ടിലിട്ടുകൊണ്ട് ഈ നരകത്തിന്റെ അടിത്തട്ടിന്റെ ചൂട് അവരുടെ ശരീരത്തിലേക്കൊന്ന് പതിപ്പിക്കാനാണ്. ഞങ്ങളുടെ താഴെ കടക്കേണ്ടതവരാണ്. അവരുടെ മുതുകത്ത് കയറി നിന്നുകൊണ്ട് ഞങ്ങളൊന്ന് നൃത്തം ചവിട്ടിയിട്ട് ഞങ്ങളൊന്ന് ആശ്വസിക്കട്ടെ. ഈ നരകത്തിന്റെ ചൂടിൽ നിന്ന്, ഇതിന്റെ നെരിപ്പോടിൽ നിന്ന്, ഈ കഠിനമാകുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. അവരെ ഒന്ന് താഴെ കിടത്തിയിട്ട് അവരുടെ മുതുകത്ത് കയറി ഒന്ന് നിൽക്കാനാണ് അല്ലാഹ്. അവരെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. നാളെ മക്കള് നമുക്കെതിരായി അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്ന ഡയലോഗാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഒന്നും രണ്ടും ആയത്തൊന്നുമല്ല, ഡസൻ കണക്കിന് ആയത്തുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരകത്തിൻ്റെതാകുന്ന ഭീകരതകൾ വിവരിക്കുന്നത്. 100 കണക്കിന് ആയത്തുകളുണ്ട്. സമയബന്ധിതമായതുകൊണ്ടാണ് ഞാനതിലേക്ക് പോകാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചോ. നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, നിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സൂക്ഷിച്ചോ. നാറൻ, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിച്ചോ എന്നുള്ള ഖുർആനിന്റെ അധ്യാപനമാണ്. മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കോ. ഇന്ന് ലഹരി യഥേഷ്ടം കൂടി വരികയാണ്. ലഹരി അടിക്കാത്തവരില്ല. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരുത്തനെ പിടിക്കാൻ വേണ്ടി ഡാൻസ് ഓഫിന്റെ ആളുകൾ ചെന്നപ്പോ ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ചാടി ഇറങ്ങിയിട്ട് 3ാം നിലയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. കണ്ടില്ലേ ഒരു സിനിമാ നടൻ. അവൻ കാര്യമായിട്ട് ഇപ്പൊ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ഏതോ ഗുണ്ടകളാന്ന് കരുതി ഓടിയതാണ്. പാലക്കാട് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഗുണ്ടയാണ്. അവസാനം ഇപ്പൊ തിരിച്ചു വന്നിട്ട് കീഴടങ്ങി. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് അടിക്കാതെ പറ്റത്തില്ല. നടന വൈഭവങ്ങളിലേക്ക് വരണമെങ്കിൽ എന്ത് വരണം? ഈ ഐറ്റം വരണം. നേരത്തെ മുതലേ അവനെ ഹാല് മറിഞ്ഞിരിക്കുകയാണ്. അവനുമായി ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് പോലും ബോധമില്ല. കാരണം അത്രയേറെ വൃത്തികേടുകളും വിഷയങ്ങളും ഒക്കെ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെയാണ് പുതിയ തലമുറ പിൻപറ്റുന്നത്. മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, സഹോദരിമാർ ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടുകൊണ്ട് നെടുവീർപ്പെടുന്നു. അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ പ്രിയം വെക്കാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. നമ്മൾ ഇവരുടെ സിനിമ കാണാൻ നടക്കാൻ. എന്ത് പ്രചോദനം സഹോദരങ്ങളെ നമുക്കിതിലൂടെ ലഭിക്കുന്നത്. അവൻ പറയുന്നു, എന്നെ കുടുക്കിയ പലരും കുടുങ്ങും. വലിയ നടന്മാര് വരെ ഈ പട്ടികയിലുണ്ട്. അതുകൊണ്ട് ഈ പട്ടിക ഒന്നും അവനും നിർത്തുന്നില്ല. അവനതെല്ലാം പറഞ്ഞ പ്രശ്നം. അതുകൊണ്ടാണ് താര സംഘടനകളൊക്കെ മൗനം പാലിക്കുന്നുണ്ട്. ആരും അനങ്ങുന്നില്ല. കാരണം എന്താ? അനങ്ങിയ പലരും കുടുങ്ങും. അതാണ് ഇതിനകത്തുള്ള ഏകദേശമൊക്കെ തീരുമാനമാണ്. ഈ കവട്ടയടിക്കുന്ന, ഈ രാത്രിയിലും പകലും ഇത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പരസ്യമായി രഹസ്യമായി ഉപയോഗിക്കുന്ന, കണ്ടാലും സംസാരിച്ചാലും ഇവനൊക്കെ ഇതിന്റെ അടിമപ്പെട്ടവനാണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ഈ നടന്മാരുടെ പിന്നിൽ അണിനിരക്കുകയാണ് ഈ ഉമ്മത്ത്. നമ്മൾ യുവമാരെ കണ്ടുകൊണ്ടാണ് ജീവിതം. ഇവരുടെ പടം കാണാൻ വേണ്ടി ഇങ്ങനെ ഓടുക, ഇവരുടെ ആരാധകരാകാൻ. ഇവർക്ക് പിറകിൽ നമ്മുടെ തലമുറ ഇങ്ങനെ രാപ്പകൽ അധ്വാനിക്കുക. എവിടെയാണ് നമ്മുടെ ആവശ്യം? ഇവിടെയൊക്കെ നമ്മൾ പോകുന്നത്. അണ്ണൂൻ മുസ്ലിമെ മനസ്സിലാക്കിക്കോ, ആഖിറം നഷ്ടമാകരുത്. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തലമുറയെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പരലോകത്തേക്ക് ഗുണകാംക്ഷയാകുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. ചെയ്യാം, പിന്നെ ചെയ്യാം, അടുത്ത ദിവസം ചെയ്യാന്ന് പറഞ്ഞ് കരുതിയിരിക്കണ്ട. ഇന്നു മുതൽക്ക് ഒരുങ്ങി തയ്യാറായിക്കോ. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഡയലോഗാണ്. നിങ്ങളുടെ സ്വന്തം ശരീഅത്തെ വിചാരണ ചെയ്തോ. നാളെ റബ്ബിന്റെ മുന്നിൽ വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായി വിചാരണ നടത്ത്. എവിടെയാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഇത്രയും കാലം ചെയ്തിട്ടുള്ള അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ചിന്തിക്കണം. വയസ്സ് 30-40 ഒക്കെ കഴിഞ്ഞു. ഇനി കുറഞ്ഞ പ്രായമുള്ളൂ. 60-70 ഇടയിൽ തീരും. അത്ര ആയുസ്സുണ്ടെങ്കിൽ തന്നെ അപ്പുറത്തേക്ക് പോകൂല.
സ്വർഗം കിട്ടുമോ നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്? ഇല്ല എന്നാണ് മനസ്സ് ഉൾത്തിരിച്ച് പറയുന്നതെങ്കിൽ ഇന്ന് മുതൽ നന്നായിക്കോ, നാളത്തേക്ക് വെക്കണ്ട. ആണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച 3 സഹാബത്തിന്റെ ചരിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ.